ഹലോ എവരിവൺ, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ IBയുടെ ഡിഗ്രി ലെവൽ പോസ്റ്റിലുള്ള നോട്ടിഫിക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇത്തവണ IBയുടെ 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. IBയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ പേജിൽ വേക്കൻസി മറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ടോട്ടൽ വേക്കൻസി ഒന്ന് നോക്കാം. ടോട്ടൽ വേക്കൻസി 5000-ഓളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് പതിവുള്ളതല്ല, സാധാരണ ഇത്രയും വേക്കൻസി വരാറുള്ളതല്ല. പക്ഷെ ഇത്തവണ 5000-ഓളം ഒരുപാട് കണ്ടമ വേക്കൻസി ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അവസരം മുതലാക്കാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ടോട്ടൽ 334 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 334-ൽ 183 വേക്കൻസിയും എന്താണ് ജനറൽ വേക്കൻസിയാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. നമുക്ക് അടുത്ത ഡീറ്റെയിലേക്ക് കിടക്കാം. എക്സാമിന്റെ സിലബസും മറ്റ് കാര്യങ്ങളുമാണ് അടുത്ത പേജിൽ പറഞ്ഞേക്കുന്നത്. നോക്കുക, നമ്മൾ ഡിഗ്രി ലെവൽ പോസ്റ്റിൽ നോക്കിയതുപോലെ തന്നെയാണ്. ആദ്യം ഒരു ടയർ 1 പേപ്പർ ഉണ്ടാവും. ഇത് ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം ആണ്. ഇതിൽ 5 പാർട്ട് ഉണ്ട്. 5 പാർട്ടിൽ ഓരോ പാർട്ടിനും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 5 പാർട്ടിലും കൂടെ 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഈ 100 മാർക്കിൽ ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ സ്റ്റഡീസും ഉണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അതുപോലെ തന്നെ 1/4 മാർക്ക് നെഗറ്റീവ് മാർക്കും ഉണ്ട്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ടാവും. അതിൽ ട്രാൻസ്ലേഷൻ ആണ് ഉള്ളത്. അതായത് 500 വേർഡുള്ള ഒരു പാസേജ് ഉണ്ടാവും. ആ പാസേജ് നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് മലയാളത്തിൽ ഒരു പാസേജ് ഉണ്ടാവും. ഈ മലയാളത്തിലുള്ള പാസേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊരു പാസേജ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം, നമ്മൾ കൺവേർട്ട് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റണം. അങ്ങനെ 2 ട്രാൻസ്ലേഷനാണ് ഉള്ളത്. ഇതിന് 50 മാർക്കാണുള്ളത്. 1 മണിക്കൂർ സമയം ഉണ്ടാവും. ഇതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് 50 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം ഇത് ഇത്രയും ക്വാളിഫൈ ചെയ്യുവാണെങ്കിലാണ് നമ്മൾ എന്താവും സെലക്ട് ആവുന്നത്. ഇനി അടുത്ത പേജിലെ അടുത്ത ഡീറ്റെയിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കുക, എക്സാമിന്റെ സെന്ററും മറ്റു കാര്യങ്ങളാണ് അടുത്ത പേജിൽ പറഞ്ഞേക്കുന്നത്. ഇതിൽ കേരളത്തിൽ മറ്റതുപോലെ തന്നെ എന്താണ് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് സെന്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഡേറ്റുകളും മറ്റുമാണ് അടുത്ത ഒരു പേജിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 26/7/2025, അതായത് ഇന്നേ ദിവസമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 17-നാണ്. അടുത്ത മാസം 17-ാം തീയതി വരെ എന്ത് ചെയ്യാനാണ്, അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അവസാന നിമിഷത്തിലേക്ക് പോകരുത്. എല്ലാ തവണയും പറയുമ്പോൾ തന്നെ അവസാന നിമിഷം ആകുമ്പോഴത്തേക്കും സൈറ്റ് ബിസി ആവാനുള്ള സാധ്യതയുണ്ട്. സൈറ്റ് ബിസി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവസാനത്തെ ദിവസങ്ങളിലേക്ക്, അവസാനത്തെ ആഴ്ചയിലേക്ക് മാറ്റി വെക്കരുത്. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാനുള്ള സൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. www.mha.gov.in എന്നുള്ള സൈറ്റ് കയറിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ www.ncs.gov.in ഈ 2-ൽ ഏതെങ്കിലും ഒരു സൈറ്റ് കയറിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്ത ഒരു പേജിൽ എക്സാമിൻ ഫീസിനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാ കാൻഡിഡേറ്റ്സിനും 550 രൂപയാണ് ഫീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനറലിലും EWSലും OBCയിലും വരുന്ന മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് ഫീസ് വരുന്നത്. ഒരു 100 രൂപ അധികം ഫീസ് ഉണ്ടാവും. ഇത്രയും ഫീസ് കണ്ടിട്ട് ആരും അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. മറ്റൊരു പേജിൽ ഈ പോസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇതൊരു ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഗ്രൂപ്പ് C പോസ്റ്റാണ്. അതുപോലെ തന്നെ പേ ലെവൽ 3 ആണ് വരുന്നത്. 21,000 രൂപ തൊട്ട് 70,000 രൂപ അടുപ്പിച്ച് സാലറി സ്കെയിൽ പറയുന്നുണ്ട്. എങ്ങനെ പോയാലും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു 50,000-ന് മേലെ സാലറി നമുക്ക് നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 10ാം ക്ലാസ് ഒരു ഈക്വലൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഡൊമിസിലി സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ഡൊമിസിലി സർട്ടിഫിക്കറ്റും കൂടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ മലയാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കേരളത്തിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് തമിഴ് അല്ലെങ്കിൽ ഹിന്ദി അറിയാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ അവിടുത്തെ റെസിഡന്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് കാരണം നിങ്ങൾ മലയാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ വെച്ച് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയും വേണം. മലയാളം അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട്
ഇതിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് നമുക്ക് വരത്തില്ല. അടുത്തതിൻ്റെ ഏജ് ലിമിറ്റിനെ പറ്റിയാണ് പറയുന്നത്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. അതും അടുത്ത മാസം ഓഗസ്റ്റ് 17-ാം തീയതിക്കകം എന്ത് ചെയ്താൽ മതി, പൂർത്തിയായാൽ മതിയാകും. മുമ്പൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്, നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലവും SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലവും ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 27 വയസ്സാണ്. നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ ഈ 27+3, അതായത് 30 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 27+5 32 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഏജ് ലിമിറ്റിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ സാധാരണ പഠിക്കുന്ന SSCയുടെയും റെയിൽവേയുടെയും ബാങ്കിൻ്റെയും ഒക്കെ അതേ സിലബസ് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഇന്റർവ്യൂയും കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആണ്, അതായത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും. ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കാണ്ട് ഉടൻ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് നോട്ടിഫിക്കേഷനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും അധികം വൈകാതെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 2-3 മാസത്തിനകം തന്നെ എക്സാം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇല്ല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.